നമസ്കാരം. ഇരവാദം ഉയർത്തിക്കൊണ്ട് മാങ്ങാണ്ടി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പോ ഈ ഓഡിയോ പുറത്തു വന്നു? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടമല്ലേ, അതുകൊണ്ട് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞുകൊണ്ട് എസ്കേപ്പ് അടിക്കാനുള്ള അവൻ്റെ ഒരു തന്ത്രമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓഡിയോ പുറത്തുവിടാനുള്ള കാരണമെന്നുള്ള വസ്തുത നിങ്ങൾ അറിയണം. ഈ അടുത്ത ദിവസം ഒരു കുന്തളിപ്പ് നടത്തിയിരുന്നു. എന്താണെന്ന് നിങ്ങൾ മറന്നു കാണും. സ്മൈൽ പദ്ധതി എന്നുള്ള പേരിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവന്റെ ഇമേജ് ബിൽഡപ്പിന്റെ ഭാഗമായിട്ട് ചുവല ഡ്രസ്, അതായത് ചുവപ്പ് ഡ്രസ് അണിഞ്ഞ് അനുശ്രീമത്തുള്ള ഒരു ഫോട്ടോഷൂട്ട് നിങ്ങൾ കണ്ടിരുന്നോ? ഓർമ്മയില്ലേ? ഈ ദൃശ്യം കൊണ്ട് നോക്കിയേ, കണ്ടില്ലേ? കെട്ടിപ്പിടിച്ച് എന്നുള്ള ഫോട്ടോഷൂട്ട്. വയനാട് ഫണ്ടിറക്കി അവൻ്റെ PR പണിയാണല്ലോ. കേവലം ഒരു കല്ലിടാൻ വേണ്ടി അനുശ്രീയെ പോലെ ഒരു നടിയെ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് വന്നിട്ട് അത് അവൻ്റെ മഞ്ഞ ഓൺലൈൻ ചാനലുകൾക്കും പണം കൊടുത്ത് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വിടുമ്പോൾ ഒരേ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് ഇമാതിരി കെട്ടിപ്പിടിച്ചുള്ള ഫോട്ടോഷൂട്ടൊക്കെ കാണുമ്പോൾ ഇന്നലകളിൽ ഇവനാൽ വഞ്ചിക്കപ്പെട്ട ഒരു സ്ത്രീ കാണുമ്പോൾ സഹിക്കൂ? പറഞ്ഞ് കോംപ്രമൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തിരിക്കുകയാണ് 6 മാസത്തിനകം വിവാഹം നടത്താൻ. ആ സ്ത്രീയുടെ മുന്നിലാണ് ഇവ ഈ തെമ്മാടിത്തവും തോന്നിയാസവും ഒക്കെ കാണിക്കുന്നത്. കേവലം ഒരു വീടിൻ്റെ കല്ലിടൽ ചടങ്ങാണ്. ആ കല്ലിടൽ ചടങ്ങിന് ആ വീട്ടിലെ പ്രായമായിട്ടുള്ള അമ്മയെ കൊണ്ട് അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊരു കല്ലിട്ട് ഇവ ഫോട്ടോ എടുത്തിടാൻ എന്താ? അതിനൊരു അന്തസ്സില്ലേ? പക്ഷെ അത് പറ്റില്ലല്ലോ. ഞാൻ ഹീറോ ആണല്ലോ, ഞാൻ റീൽസിലൂടെ വല്ലാത്ത സ്റ്റാർ ആകാൻ ശ്രമിക്കുന്ന ആളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു വെച്ചതുപോലെ ചുവപ്പൊക്കെ ഇട്ട് വന്നിട്ട് മണവാട്ടി സ്റ്റൈല് അഭിനയിച്ച് തകർക്കുമ്പോൾ ഇന്നലകളിൽ ഇതുപോലെ പഞ്ചാര ഒലിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ അടുത്ത് പെരുമാറി ആ പഞ്ചാരയിൽ ആ സ്ത്രീ വീണു. ഇവന്റെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കണ്ട് വഞ്ചിക്കപ്പെട്ട് വേദനിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ സ്വാഭാവികമായി പ്രതികരിച്ചു പോകുകയില്ലയോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീകളാണിത് കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ മുറിവേറ്റിരിക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക്, അതും യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഗർഭഛിദ്രത്തിനുൾപ്പെടെ വിധേയാക്കി 6 മാസത്തിനകം വിവാഹം കഴിച്ചോളാം എന്നുള്ള ഉറപ്പൊക്കെ കൊടുത്തിട്ട് സിനിമാ നടിമാരോടെ അവൻ ആർത്തുല്ലസിച്ച് കെട്ടിപ്പിടിച്ച് ഫോട്ടോഷൂട്ട് നടത്തി നടന്നാൽ ആർക്കാണത് ഉൾക്കൊള്ളാൻ കഴിയുക? അതിൻ്റെ പ്രകോപനത്തിൽ പുറത്തു വന്നതിനെ രാഷ്ട്രീയമായിട്ട് അങ്ങ് ചാലിച്ച് രക്ഷപ്പെടാനുള്ള ഇവന്റെ പരിശ്രമം കൂടി ഈ ഗജ ഫ്രോഡിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്പമെങ്കിലും നീതിബോധമുള്ളവനാണെങ്കിൽ അവൻ കാണിച്ചത് 3-4 സ്ത്രീകളോട് ഇത് കാണിച്ച് കയ്യോടെ പിടിക്കപ്പെട്ടു. അതിൽ മാനസികമായി തകർന്ന് ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യില്ല, വിവാഹം കഴിച്ചേ പറ്റൂ എന്ന നിലപാടെടുത്ത മാധ്യമപ്രവർത്തകയോട് അല്ലെങ്കിൽ അവതാരകയോട് ഇവൻ എസ്കേപ്പ് അടിക്കാൻ വേണ്ടി ഇപ്പോഴത്തേക്ക് എഴുതി കൊടുത്തിട്ട് അവൻ്റെ പഴയ ഞരമ്പം പ്രവർത്തനം എടുത്ത് എന്ത് ചെയ്യാണ്? നാട്ടിലെ സ്ത്രീകളോട് പിന്നെയും കാട്ടുകയാണ്. കേവലം ഒരു വീട് വെച്ച് കൊടുക്കുക എന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അവന് വീട് വെച്ച് കൊടുക്കുകയാണോ ഉദ്ദേശമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. വയനാട് ഫണ്ട് പിരിച്ച് പുട്ടടിച്ചവൻ ഇതുവരെ അവിടെ ഒരു വീട് വെച്ചിട്ടില്ല. ആ ഫണ്ട് എവിടെയെന്ന് പോലും പറയുന്നില്ല. അപ്പോഴാണ് സ്വന്തം മണ്ഡലത്തിനകത്ത് സ്മൈൽ എന്ന പേരിൽ കല്ലിടൽ കർമ്മം നടക്കുകയാണ്. ഒരു കല്ലിടൽ കർമ്മത്തെ ഇത്രയും ആഘോഷമാക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ആർക്കെങ്കിലും നിങ്ങൾ വീട് വെച്ച് കൊടുക്കുകയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു സന്നദ്ധ പ്രവർത്തനമാണ്. ആ സന്നദ്ധ പ്രവർത്തനത്തിന് ഫണ്ട് പിരിച്ചാണ് ചെയ്യേണ്ടത്. അതിന് ഇമാതിരി ഷോ കാണിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എല്ലാം ഷോയാണ്, എല്ലാം റീൽസാണ്, എല്ലാം ജനങ്ങൾക്കിടയിൽ അവൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഈ തെമ്മാടിത്തരം കണ്ടിട്ട് ഏതൊരു സ്ത്രീ, അത് പ്രത്യേകിച്ച് ഇങ്ങനെ യവനാൽ ആക്രമിക്കപ്പെട്ട് മാനസികമായി തകർന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണമാണ് ഇപ്പോൾ ഇതിങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്. അതിനെ അവൻ എന്ത് പറയുകയാണ്? രാഷ്ട്രീയമായിട്ട് എന്നെ വേട്ടയാടാനാണ് അത്രേ. യവനെയൊക്കെ ആര് വേട്ടയാടുന്നു? ഈ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ കാട്ടിയവനെ ആ വില മാത്രമേ അവനിപ്പോൾ കൽപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തതിന് ശേഷം വിദഗ്ധമായിട്ട് വന്ന് ന്യായീകരിക്കുകയാണ്. അതായത് ഈ അച്ചടി ഭാഷയിൽ ആധികാരികമായി സംസാരിച്ചാൽ എന്ത് തെമ്മാടിത്തം പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവരെല്ലാം അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചോളും എന്നവൻ കരുതുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായിട്ട് സതീശന്റെ ട്രെയിനിങ്ങിൽ കിട്ടിയ ഒരു പ്രത്യേകതരം പരിശീലനമാണ്. എന്ത് തെമ്മാടിത്തമോ തോന്നിവാസമോ ഈ നാട്ടിൽ കാണിച്ചോ അച്ചടി ഭാഷയിൽ വന്ന് ആധികാരികമായിട്ട് ഇവർക്ക് മുന്നിൽ അങ്ങ് സംസാരിക്കണം, ഇവരോട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കയറണം എന്ന രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മഹാനായി. ഈ അമിത ആത്മവിശ്വാസമാണ് ഇപ്പോ മാങ്ങാണ്ടിയെ പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് രാഷ്ട്രീയത്തിന്റെ ഇരവാദം പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാമെന്ന് മാങ്ങാണ്ടി കരുതണ്ട. ആ കുട്ടി സഹിക്കാൻ പറ്റുന്നതിന്റെ പരമാവധിയായി മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവ ഇമാതിരി കുന്തളിപ്പ് ഒരു സ്ത്രീയോടൊക്കെ ഇത്രയും വലിയ വഞ്ചന കാട്ടിയതിനു ശേഷം ചെയ്യുമ്പോൾ അതിനുണ്ടായ ആത്മരോഷത്തെ തുടർന്ന് പോരാത്തതിന് ഫോൺ വിളിച്ചാലൊക്കെ എടുക്കില്ലല്ലോ. ഇപ്പൊ ഞാൻ സ്റ്റാർ ആയി കഴിഞ്ഞു, എന്റെ പ്രശ്നങ്ങളൊക്കെ മാറി എസ്കേപ്പായി ഊരിപ്പോകാമെന്ന് കരുതിയാണല്ലോ. അങ്ങനെ ഈ കാണിച്ച തോന്നിവാസങ്ങൾക്കാണ് ഈ ഒരു ഓഡിയോ ഇപ്പോൾ അവർ പുറത്തേക്ക് വിട്ടത്. അതിനെ ഇരവാദം പറഞ്ഞ് മാങ്ങാണ്ടി
മറയ്ക്കാമെന്ന് കരുതണ്ട. ഒരു സ്ത്രീക്കുണ്ടായ സ്വാഭാവികമായ പ്രകോപനത്തിൽ നിന്നാണ് അത് പുറത്തേക്ക് വന്നതെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്.